എന്റെ ഉണ്ണി, തീ വെച്ച് കളിക്കുന്നത് എത്ര തവണ പറഞ്ഞു. അപ്പൂപ്പന്റെ അടുത്തേക്ക് പോ. അതിനെന്നെ അമ്മേ, നീ മുകളിലോട്ടല്ലേ പോകുന്നേ, എന്നെ എന്തു ചെയ്യാനാ? ടാ ഉണ്ണി, നിന്നോട് പോവാനല്ലേ പറഞ്ഞേ. ഉണ്ണേ, ഇങ്ങുവാ. തീയുടെ കൂടെ കളിക്കാതിരിക്കുന്നതാണ് നല്ലത്. അഗ്നി അപകടകാരിയാണ്, അതുപോലെ എല്ലാവർക്കും ദൈവമാണ്. ദൈവമോ? അതെങ്ങനെ മുത്തശ്ശ? ദൈവം വേദങ്ങളനുസരിച്ച് ശക്തിശാലിയായ ദേവനാണ് അഗ്നിദേവൻ. ഉണ്ണി നോക്കിക്കേ, പ്രപഞ്ചത്തിലെ എല്ലാത്തിനും രൂപവും ദിശയും അളവും എല്ലാം ഉണ്ട്. ഒറ്റ വാക്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സിമ്മട്രിക്കലാണ്. എന്നാൽ അഗ്നിക്കൊരു രൂപമില്ല, അടച്ചു വെക്കാനും പറ്റില്ല. അതായത് സിമ്മട്രിക്കൽ അല്ല. അതിന്റെ നടുവിലൊരു വര വരച്ച് പപ്പാതിയാക്കാൻ സാധിക്കില്ലല്ലോ. അതുപോലെ ഈ അഗ്നിദേവനും രൂപത്തിൽ ഒരു തുല്യതയില്ല. ഈ ദേവന് കത്തിജ്വലിച്ചു നിൽക്കുന്ന 2 തലകളുണ്ട്. അതിൽ 7 നാവുകളും ഉണ്ട്. കൂടാതെ 3 കാലുകളും, വലതുവശത്ത് 4ഉം ഇടതുവശത്ത് 3ഉമായി മൊത്തം 7 കൈകളും ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു രൂപത്തെ നമുക്ക് ഒരേ രീതിയിൽ കൈകളും കാലുകളും വേർതിരിച്ച് പപ്പാതിയാക്കാൻ സാധിക്കില്ലല്ലോ. കൂടാതെ ലോകത്തെ പല വിശ്വാസങ്ങളിലും ഇതുപോലുള്ള അഗ്നിദേവതാ സങ്കല്പം കാണാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയെല്ലാം പേരിലും രൂപത്തിലും ചില കഥകളിലും സമാനത കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിന്റെ മാമന്റെ ആ പീടിയുണ്ടല്ലോ, വാവാറിലൊക്കെ പിടിയാ. അതിൽ തന്നെ ഉടനെ വരും.